അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നൗഷാദിൻ്റെ പഴയ ഒരു സീഡി ഇങ്ങനെ കേട്ടപ്പോൾ ഒരു രസം, അതേ ശൈലി അത് തിരുത്തി പറയാണ്. ഇപ്പോൾ അതൊക്കെ തിരുത്തി പറയുന്ന ഒരു രംഗം ഇങ്ങനെ കേട്ടപ്പോൾ ഇതിങ്ങനെ എടുത്താണ്. പിന്നെ AP ഉസ്താദിൻ്റെ ഒരു രോമാകാൻ പോലും നിങ്ങൾ ആരും ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പ്രസംഗിക്കണ ഒരു പ്രസംഗമുണ്ട്. അതൊന്ന് കേട്ടോക്കാണ് CD. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ പിന്നെ ഈ നൗഷാദ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി പോകും. അതിന് വേണ്ടിയിട്ടാണ്, അവസരത്തിനൊത്തുകാണ്ട് പ്രസംഗിക്കുന്ന ആളാണെന്ന് മനസ്സിലാക്കിയാൽ മതി. അതിന് വേണ്ടിയിട്ടാണ്. സുൽത്താനുൽ ഉലമയുടെ ഇവരൊന്നായിട്ടില്ല. അത് വേറെ ഒരു കാര്യം. കണ്ടില്ല ഞങ്ങൾ AP ഉസ്താദിനെ ഞങ്ങളെല്ലാവരും അംഗീകരിക്കും. സുൽത്താനുൽ ഉലമയുടെ ഒരു രോമാകാൻ ഇവരാരും ആയിട്ടില്ല. കേട്ടില്ലേ? ഇത് ഈ നമ്മൾ നൗഷുവിൻ്റെ ഒരു പ്രത്യേക കഴിവാണ്. അത് നൗഷുവിന് അള്ളാഹു തആല കൊടുത്തൊരു പ്രത്യേക മലക്കാണ്. അതൊരു മലക്കെണ്ണയാണ് എൻ്റെ നൗഷോ. വല്ലാത്തൊരു കഴിവ് തന്നെയാണ് അത് കേട്ടോ. ഇനി അത് അഞ്ഞും പറയുന്നുണ്ട്, വേറെ ഒന്നും കൂടി പറയുന്നുണ്ട്. അത് കേട്ടോ കേട്ടോ. അതിന് പറ്റിയ ആളുകൾ അവരെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. AP ഉസ്താദ് അടക്കമുള്ള, സുലൈമാൻ ഉസ്താദ് അടക്കമുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ, അവരെ ഞങ്ങൾ അംഗീകരിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. അതിന് നിങ്ങളെ മെമ്പർഷിപ്പ് വേണമെന്ന് പറഞ്ഞാൽ അത് അടുക്കളയിൽ പോയി പറഞ്ഞാൽ മതി എന്നാണ് അതിന്റെ മറുപടി എന്നേ ഈ സമയത്ത് പറയാനുള്ളൂ. AP ഉസ്താദും സുലൈമാൻ ഉസ്താദും പിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇനി ഓരോ ഇഷ്ടപ്പെടുന്നതെന്ന് ഇനി ഓരോ ഷെയ്ഖിൻ്റെ ആളുകളാണെന്നോ പറയുന്നതെന്ന് പറഞ്ഞാൽ മനസ്സിലാണില്ല. ചിലപ്പോൾ ഒരു ഷെയ്ഖിൻ്റെ ആളാണ് AP ഉസ്താദും സുലൈമാൻ ഉസ്താദും എന്ന് പറയുന്നുണ്ടാവും. അങ്ങനെയൊക്കെയാണ് ചിലപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഓരോ ഇഷ്ടപ്പെടാൻ മെമ്പർഷിപ്പ് വേണമെന്ന് പറഞ്ഞാൽ അടുക്കളയിൽ പോയി പറഞ്ഞാൽ മതി എന്നൊക്കെയാണ് പറയുന്നത്. കേട്ടില്ലേ? ഇനി കുറച്ചും കൂടി ഉണ്ട്. അത് കേൾക്കുന്നത് നല്ലതാണ്, മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഒക്കെ സുൽത്താനുൽ ഉലമ AP ഉസ്താദിനെയാണ്. എന്താ AP ഉസ്താദിനോടുള്ള സ്നേഹം, എന്താ സ്നേഹം നിങ്ങൾക്കറിയോ? ഇങ്ങനെ ഈ ശൈലിയിൽ ഇങ്ങോട്ട് പറയണേ. അപ്പോൾ നമുക്കതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴേ ഇവനെങ്ങനെ ഓർക്കുകയാണ് നമ്മൾ. ഇവൻ്റെ കോല, ഇവൻ്റെ സ്വഭാവം, ഇവൻ്റെ ഈ മുനാഫിക്കിൻ്റെ സ്വഭാവം ഉണ്ടല്ലോ. ഉസ്താദിന്റെ ആളാകാൻ നോക്കണ്ട. ഉസ്താദിനെ ഹുബ്ബ് വെക്കുന്ന ഒരാളെന്നുണ്ടെങ്കിൽ അത് ഹാഫിദ് ഉസ്താദാ. അത് നിങ്ങൾ മനസ്സിലാക്കി. അത് ഏതാ ഉറപ്പെന്നറിയോ? അത് മടവൂര് പറഞ്ഞ ഉറപ്പാ കേട്ടോ. അത് മാറൂല. അതാണ്. അതെല്ലാ ആലിമീങ്ങളെയും നിങ്ങൾ ഹുബ്ബ് വെക്കുന്നു. ഇന്നത്തെ കാഴ്ചയിലുള്ള ഏറ്റവും വലിയ പടായി അതാണ് ഞാൻ പറഞ്ഞത്. ഇവൻ്റെ ഇഷ്ടം പോലെ നുണകളുണ്ട് എന്നുള്ളത് ഒരുപാട് പറയാണ്ട്. ഇപ്പം ഏറ്റവും വലിയ നുണയാണെന്ത്? ഉസ്താദിനെ ഹുബ്ബ് വെക്കുന്നതിൽ ഏറ്റവും വലിയ ഹുബ്ബ് വെക്കുന്നത് ആരാണ്? അത് ഹാഫിദ് ഉസ്താദാണ്. ഏറ്റവും വലിയ ഹുബ്ബ് വെക്കുന്നത് ഹാഫിദ് ഉസ്താദാണെന്നാണ്. നമ്മുടെ ഈ കാലത്ത്, ഇതിന്റെ തൊട്ടടുത്ത കാലം വരെ മഹാനരായ ശൈഖുൽ മശായിഖ് ഖുത്ബുൽ ആലം ശൈഖ് മടവൂർ ഖദ്ദസല്ലാഹു സിർറാ ഇന്നും അവരുടെ ഖലീഫമാരിലൂടെ ശൈഖുനാദ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. ആരാണോ ഹയാത്തിലുള്ളത് അവർക്കാണ് അതിന്റെ ഡ്യൂട്ടി. ശൈഖുന അത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു പറഞ്ഞാൽ ഹാഫിദ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് അപ്പോൾ പറയണത്. മടവൂർ CM വലിയുള്ളാൻ്റെ പണികൾ. ഇപ്പോൾ മടവൂർ CM വലിയുള്ളാനെ പറ്റിയാണ്ട് കുറേ പറഞ്ഞ വിഷയങ്ങളുണ്ടല്ലോ. അതൊക്കെ ഇപ്പോൾ ആരാ നിർവഹിക്കണത്? ഹാഫിദ് ആണ് നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അത് എന്തൊരു കഷ്ടം റബ്ബേ. അപ്പറഞ്ഞ തദ്ബീർ അതെവിടെയുമാകാം. കേരളത്തിൽ തന്നെ ആകണമെന്നില്ല, ലോകത്തിന്റെ ഏതു ഭാഗത്തുമാകാം. അത് നൗഷു പറഞ്ഞ ഈ കാര്യം കേട്ടോ. കേരളത്തിൽ തന്നെ ആവണ്ട, ലോകത്തിൻ്റെ എവിടെയാവാം. അപ്പോൾ ഏതോ രാജ്യത്ത് പോയി ഇരിക്കുകയാണ്. ഇപ്പോൾ കാട്ടിലിരിക്കണ കണ്ടില്ല നിങ്ങൾ? കാട്ടിലിരിക്കണ രസമൊക്കെ കണ്ടില്ല? എന്ന മാതിരി ആയിരിക്കും പോയി. അള്ളാഹു കൊടുക്കുന്ന അധികാരമാണ്. അവരാണ് ഖലീഫത്തുല്ലാ. അള്ളാന്റെ ഖലീഫത്തുല്ലാ. അള്ളാന്റെ ഖലീഫയാണ് ആര്? ഈ കാട്ടുകള്ളൻ. നമുക്കും കൂടി തോന്നണ്ട പൊന്നാരെ നൗഷോ. അതാണ് ഫൽ മുദബ്ബിറാത്തി അംറ. അതാണ് ബഹുമാനപ്പെട്ട ഇമാം ഇസ്മാഈലുൽ ഹിഖി അൽ ബറൂസവി തങ്ങളുടെ ഈ കിതാബ്. മഹാനവറുകൾ ഔലിയാക്കന്മാരുടെ അധികാരം പറഞ്ഞ് പച്ചയായി ഇതിന്റെ 353-ാമത്തെ പേജിൽ മഹാനവറുകൾ പറഞ്ഞു, അമ്മാ ബഹുമാനപ്പെട്ട ഇസ്മായിലുൽ ഹിഖി അൽ ബറൂത്തി
അവരുടെ കിതാബിൽ പറഞ്ഞു എന്നാണ് ഇപ്പം പറയുന്നത്. ആരെ പറഞ്ഞിരിക്കണത്? ഈ കാട്ടുകള്ളനെ. എന്താ നൗഷു ഇങ്ങനെയൊക്കെ പറയണേ? നൗഷോ, കാട്ടുകള്ളനോടുള്ള സ്നേഹം കൊണ്ട് കാട്ടുകള്ളനെ അള്ളാൻ്റെ ഖലീഫ വരെ ആക്കി മാറ്റി അല്ലേ? ഇങ്ങനെയൊക്കെ ആയാലും വല്ലാത്തൊരു ഗതിയടഞ്ഞല്ലേ നൗഷോ? അള്ളാൻ്റെ ഖലീഫൊക്കെ ആക്കി മാറ്റിയാലേ ഏതായാലും ഇപ്പം എന്നിട്ടിപ്പോൾ എ പി ഉസ്താദ് ഇപ്പം എന്തായി? എ പി ഉസ്താദിൻ്റെ ഒരു രോമത്തമ്മക്കും ആരും എത്തൂല എന്നൊക്കെ പറഞ്ഞ് ഇപ്പം എ പി ഉസ്താദ് എന്തായി? എ പി ഉസ്താദ് പിന്നെ ഗ്രാൻഡ് മുഫ്തിയായി ഇരുന്നാൽ പോരാ, മറുപടി പറയണമെന്നാണ്. അത് കേട്ടില്ല നിങ്ങൾ? ഗ്രാൻഡ് മുഫ്തിയായി ഇരുന്നിട്ട് കാര്യമില്ല, ഫത്വ പറഞ്ഞോളണം. എന്താണ് നിയമം? അതൊക്കെ പറയേണ്ടോടത്ത് ഫത്വ പറയുന്നുണ്ട്, പറയേണ്ടോടത്ത് മസ്അല പറയുന്നുണ്ട്, പറയേണ്ടോടത്ത് നിന്ന് പ്രസംഗിക്കുന്നുണ്ട്, പറയേണ്ടോടത്ത് ഇരുന്ന് പ്രസംഗിക്കുന്നുണ്ട്, ഫോണിലൂടെ പറയുന്നുണ്ട്. അതൊക്കെ നടക്കണതിൻ്റെ നൗഷാദെ എൻ്റെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം അവിടെ അല്ല. ഷെയ്ഖുന സുൽത്താനുൽ ഉലമ ഗ്രാൻഡ് മുഫ്തിയായി ഇരിക്കാൻ നിൻ്റെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഒരാവശ്യവുമില്ല. നിൻ്റെ എന്നല്ല ഒരാളുടെയും ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഒരാവശ്യമല്ല. ഒരാളുടെയും, നിൻ്റെ എന്നല്ല ഒരാളുടെയും ഷെയ്ഖുനാക്ക് ഗ്രാൻഡ് മുഫ്തിയാകാൻ ഒരാളുടെയും സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കിയതാണ്. മനസ്സിലാക്കണം, അള്ളാഹ് ആക്കിയതാണ്. അപ്പോൾ ഒരു കാര്യം ചിന്തിക്ക്, അള്ളാഹു ഉയർത്തിയ ആളെ ഇജിഞ്ഞി എത്ര രൂപത്തിൽ താഴ്ത്താൻ നോക്കിയിട്ടും കാര്യമില്ല. അത് അള്ളാഹ് ഉയർത്തിയ ആളാണ്. നമ്മൾ ഉയർത്തിയ ആളെയാണ് നമുക്ക് താഴ്ത്താം. അള്ളാഹ് ഉയർത്തിയ ഒരാളെ നമുക്ക് താഴ്ത്താൻ കഴിയില്ല. അഥവാ ഉദാഹരണത്തിന് കാട്ടുകള്ളനെ ഇജു ഉയർത്തിയതാണ്. ഇജും കുഞ്ഞേമതും സമതും കൂടി ഉയർത്തിയതാണ്. കാട്ടുകള്ളനെ ഉയർത്തിയത് ഇജും കുഞ്ഞേമതും സമതും കൂടെ ഉയർത്തിയതാണ്. അതുപോലെ ഒരു ഫൈസൽ പറഞ്ഞൊരു ചങ്ങായി വിയർപ്പ് മണത്ത അത്തറിൻ്റെ വാസന ഉണ്ടല്ലോ, ഇങ്ങനെ ഉയർത്തിയതാണ് നിങ്ങൾ ആരെ? കാട്ടുകള്ളനെ ഹാഫിദിനെ. അത് നിങ്ങൾ ഉയർത്തിയതാണ്. അത് താഴ്ത്താൻ പറ്റും, അത് അള്ളാഹ്ക്ക് താഴ്ത്താം. ആ സമയത്ത് അള്ളാഹു ഉയർത്തിയ ഒരാളാണ് കാന്തപുരം ഗ്രാൻഡ് മുഫ്തിയാക്കലും പല കാര്യങ്ങളാക്കലും. അത് അള്ളാഹു തരാക്കിയ അത് മനസ്സിലാക്കിക്കോ. അത് നിങ്ങൾ എത്ര താഴ്ത്താൻ നോക്കിയിട്ടും കാര്യമില്ല, താവൂല. അള്ളാഹു ഉയർത്തിയ ആളെ താഴ്ത്താൻ നോക്കിയിട്ട് കാര്യമില്ല, അത് താവൂല. ആ സമയത്ത് നിങ്ങൾ മൂന്നാൾ ഉയർത്തിയ ആളെ അത് അള്ളാഹ്ക്കും താഴ്ത്താൻ കഴിയും, ജനങ്ങൾക്കും താഴ്ത്താൻ കഴിയും. മനസ്സിലാക്കിക്കോ. അത്ര മനസ്സിലാക്കിയാൽ മതി. എനിക്ക് അത്ര ബുദ്ധിയുള്ളൂ. ഇപ്പോൾ പണ്ടത്തെമാരുള്ള ബുദ്ധി എനിക്കല്ലേ. എൻ്റെ ബുദ്ധിയൊക്കെ മരവിച്ചു. അതാണേ കുറച്ച് കാലമൊക്കെ കഴിയുമ്പോൾ എന്താ തേക്ക് വെട്ടണം എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഉള്ളു പോടാവൂലേ, അന്നമാതിരി പോടയിക്കണം പണ്ട്. അപ്പം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. എൻ്റെ കാട്ടിക്കൂട്ടലും പറച്ചിലൊക്കെ കേട്ടിട്ട് അങ്ങനെ തന്നെയാണ്.